നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സേവ് ദി ഡേറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വെച്ചു. ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു കല്യാണം കൂടാനിട വന്നേ. അപ്പം ആ കല്യാണത്തെ സംബന്ധിച്ചാണ് ഞാൻ ഈ വീഡിയോന് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. അവരുടെ സേവ് ദി ഡേറ്റിൻ്റെ വീഡിയോസും ഒക്കെ ഉണ്ട്. അടിപൊളി വീഡിയോസാണ്. പക്ഷെ ഞാൻ പറയുന്നില്ല അത്. കാരണം നഗ്നത ഏത് രീതി പ്രദർശിപ്പിക്കാം എന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ പ്രദർശിപ്പിച്ച ഒരു വീഡിയോ ആയിരുന്നു. ഇപ്പോഴും കിടപ്പുണ്ട് കേട്ടോ വീഡിയോ. പക്ഷേ സ്വകാര്യത പ്രമാണിച്ച് ഞാനത് പറയുന്നില്ല എന്ന് മാത്രം. നമ്മൾ ഒത്തിരി വീഡിയോകൾ കാണാറില്ലേ, നല്ല മാന്യമായ രീതിയിൽ സേവ് ദ ഡേറ്റിൻ്റെ വീഡിയോകൾ ഇടുന്നവരും ഉണ്ട്. ചിലർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്തോ എന്തോ അവനവൻ്റെ സ്വകാര്യ ഭാഗങ്ങളൊക്കെ കാണിച്ചുള്ള വീഡിയോകളും ഇടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സേവ് ദ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കല്യാണക്കുറി അടിക്കൂലേ, ക്ഷണക്കത്ത്, ആ രീതിയിലാണ് ഉദ്ദേശിക്കുന്നത് ഇല്ലേ. ഇന്ന് എത്ര ദിവസങ്ങൾ കഴിയുമ്പോൾ ഞങ്ങളുടെ വിവാഹമാണ് എന്നറിയിക്കുന്ന ഒരു വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും നമ്മുടെ അടുപ്പമുള്ളവർ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ള ഒരു സംഭവമാണ് ലോകം മുഴുവൻ അറിയിക്കണേ. പോട്ടെ, ലോകം മുഴുവൻ അറിയിച്ചു. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മളിപ്പോൾ കാലങ്ങൾ കടന്നു പോകും. ഇനി നമ്മുടെ മക്കളാകും. ആ മക്കൾ വലുതാകുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ഈ സാധനം നിലനിൽപ്പുണ്ടായിരിക്കും ഇല്ലേ, നമ്മൾ ഡിലീറ്റാക്കി കളഞ്ഞില്ല എങ്കിൽ. അപ്പം മക്കൾ കാണുമ്പോൾ എന്താ, അച്ഛനും അമ്മ ഇങ്ങനെയാണോ അന്ന് പെരുമാറിയത്, ഇതെന്തായി കാണിച്ചേക്കുന്നത് എന്ന് പറയാനും മക്കൾ ഇതിൻ്റെ ഇരട്ടി കാണിക്കാനും ഇടവരുത്താതിരിക്കുന്നതല്ലേ നല്ലത് ഇല്ലേ. ഇത് നമ്മുടെ ഭവനത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുക. ഈ വീഡിയോകൾ എടുക്കുമ്പോൾ ഒരു മാന്യത പുലർത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് ക്യാമറാമാൻമാർ പ്രത്യേകിച്ചും അവർ പറയുന്ന ഓരോ കോപ്രായങ്ങളാണ് ഈ കുട്ടികളെ കാണിച്ചു കൂട്ടുന്നതും ഇല്ലേ. ഇനി കഥയിലേക്ക് വരാം. സേവ് ഡേറ്റ് ഒക്കെ ആഘോഷിച്ചു ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണം നടത്തി. നല്ല അടിപൊളിയായ കല്യാണം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ട് ഭർത്താവിന് പതുക്കെ ചെറുതായിട്ടൊരു സംശയരോഗം പിടിപെട്ടു. പെൺകുട്ടിയുടെ ഫോണിൽ മമ്മി എന്നടിച്ചിട്ടുണ്ട്. അമ്മ എന്നാണ് ആ കുട്ടി വിളിക്കുന്നതിൻ്റെ അമ്മേനെ. പക്ഷേ മമ്മീന്ന് അടിച്ചിട്ടേക്കുന്നു ഫോണിൽ. അയാൾ ചോദിച്ചു ഇത് എന്തുകൊണ്ട് ഇങ്ങനെ അടിച്ചിട്ടേക്കണം ചോദിച്ചപ്പോൾ അതെൻ്റെ അമ്മയെ തന്നെ, ഞാൻ ചുമ്മാ വെറുതെ അടിച്ചിട്ടാന്ന് കുട്ടി പറഞ്ഞു. ഞാൻ വെറുതെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ ഈ കുട്ടി റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് പതുക്കെ ഒന്നും അല്ലാക്കി എടുത്തു നോക്കി കഴിഞ്ഞപ്പം ശരിയാ അമ്മേനെ തന്നെ വിളിക്കുന്നത് എന്ന് ആദ്യത്തെ സംശയം തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി ബാത്റൂമിലിരുന്നപ്പോൾ ഒരു ദിവസം ഫോൺ വിളിക്കുന്ന ഈ പുള്ളി കേട്ടു. ആരെയാ ഫോൺ വിളിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട് ഒരു 4 മാസം കൊണ്ട് സംശയത്തിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തി. ഭയങ്കരമായിട്ട് സെലിബ്രിറ്റികളൊക്കെ പങ്കെടുത്ത് എന്നാ പറയുക, വിശിഷ്ടാതിഥികൾ ഭയങ്കര ഗംഭീരമായി നടത്തിയ കല്യാണമാണ്. ലക്ഷങ്ങൾ പൊടിച്ച കല്യാണമാണ്. അപ്പം ഇങ്ങനെ സംശയം തുടങ്ങി അവസാനം ഈ കുട്ടിയുടെ ബാഗ് പരിശോധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ ചോദിക്കുകയാണ്, നീ സേവ് ഡേറ്റിന് ആ ക്യാമറാമാൻ്റെ മുൻപിൽ എന്തെല്ലാം കാണിച്ചു കൂട്ടിയേ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, നിങ്ങളും കൂടെ പറഞ്ഞിട്ടല്ലേ ഞാനത് ചെയ്തേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആര് പറഞ്ഞാലും നീ അത് ചെയ്യുമോ എന്നുള്ള രീതിയിലേക്കായി. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് ഇവർ ഇപ്പോൾ ഡൈവേഴ്സിൻ്റെ വക്കി വന്ന് നിൽക്കുകയാണ്. നമ്മൾ ഓർക്കണം, ഇതൊന്നുമല്ല ജീവിതത്തിനും പ്രാധാന്യം വേണ്ടത്. പരസ്പരമുള്ള വിശ്വാസവും സ്നേഹവുമാണ്. എന്തു വന്നാലും നമുക്ക് ഒരാളുടെ മനസ്സിൽ കയറി അയാളുടെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് വിശ്വാസത്തോടു കൂടിയാണ് ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ കുടുംബജീവിതത്തിൽ. ആ വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ മാത്രമേ കുടുംബജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ ഇല്ലേ. എവിടെയെങ്കിലും ഒരു കല്ലുകടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം തകർന്നു പോവുകയും ചെയ്യും ഇല്ലേ. എപ്പോഴും സംശയിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ആ കണ്ണുകളിൽ കൂടിയാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യുന്ന മുഴുവൻ തെറ്റുകളായിട്ടായിരിക്കും വന്നത്. തെറ്റ് ചെയ്യുന്നവരില്ല എന്നല്ല പറഞ്ഞ്, തെറ്റ് ചെയ്യാത്തവരും തെറ്റുകാരായി മാറുന്ന അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നേരിട്ട് പറഞ്ഞ് ആദ്യമേ തന്നെ ഒരു 3 മാസമെങ്കിലും എടുത്ത് എടിപിടിയെന്ന് കല്യാണം നടത്തുന്നതിന് മുമ്പ് തന്നെ പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടോ, കടബാധ്യതകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ ശേഷം വിവാഹത്തിലേക്ക് കടക്കുക. പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഈ അലമ്പിലേക്ക് വരാണ്ടിരിക്കുക. ഇനി നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന വീഡിയോസ്, അത് സേവ് ദി ഡേറ്റിനൊക്കെ ഇടുന്ന വീഡിയോസ് നമുക്ക് ജീവിതത്തിൽ അത് പാരയായിട്ട് വരാണ്ടിരിക്കാൻ സൂക്ഷിക്കാം. ഒത്തിരി വീഡിയോകൾ സേവ് ഡേറ്റ് തന്നെയല്ല കേട്ടോ, ഓരോ സ്ത്രീകൾ ഇരുന്ന് ഓരോ വീഡിയോകൾ ഇടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സങ്കടവും കൂടെ വരും. സ്ത്രീകൾക്ക് തന്നെ അപമാനമാകുന്ന രീതിയിലുള്ള വീഡിയോകൾ ഇടുന്ന സ്ത്രീകളും ഉണ്ട്
കുറച്ചൊക്കെ മാന്യത പുലർത്തുക. ഇത് ഇവർക്കെന്ന് വെച്ചാൽ കുറേ പൈസയൊക്കെ ഉണ്ടാക്കി ലക്ഷങ്ങൾ കണ്ട് ലക്ഷങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുക ഇല്ലേ? പൈസയൊക്കെ യൂട്യൂബിൽ കൂടെയോ ഫേസ്ബുക്കിൽ കൂടെയോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ആ പൈസ ഉപയോഗിക്കുന്ന അടുത്ത തലമുറയാണ്. ആ തലമുറയെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ആ തലമുറ ഇതിലും മോശമായി വന്നാൽ എന്ത് ചെയ്യും? അതിനല്ലേ കർമ്മ എന്ന് പറയുന്നത്. അതൊരു കർമ്മദോഷമായിട്ടേ നിൽക്കുകയുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമാണ് നമ്മുടെ മക്കൾ അനുഭവിക്കുന്നത്. അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, നല്ലത് ചെയ്തു കൊടുത്തോ നമ്മുടെ മക്കൾക്ക് നല്ലത് ജീവിതത്തിൽ വരും. നമ്മൾ മോശമാണോ പറഞ്ഞു കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നത്, അത് നമ്മുടെ മക്കളിലേക്ക് വരും. അതൊരു ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിയല്ലേ? നമ്മൾ എന്താണോ ആകർഷിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എപ്പോഴാണെങ്കിലും നമ്മളൊരു പോസിറ്റീവായിട്ട് കുറച്ച് കാലത്തെ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ജീവിക്കരുത്. നമുക്ക് ചിലപ്പോൾ ഇന്ന് നാളെ മരിച്ചു പോയേക്കാം, അതപ്പോൾ പറയുമ്പോൾ അത് ശരിയായിരിക്കാം. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടി വേണ്ടി എന്നുള്ള ഉദ്ദേശത്തിലൂടെ തന്നെയാണ്. നാളെ മരിച്ചു പോകും എന്നുള്ള ഉദ്ദേശത്തിലല്ല ആരും ജീവിക്കുന്നത്. അപ്പോൾ നല്ല തലമുറയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവർക്കൊരു നല്ല മെസ്സേജ് കൊടുക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും ശ്രമിക്കണം. അത് സേവ് ഡേറ്റ് ആണെങ്കിലും ജീവിതമാണെങ്കിലും എന്താണെങ്കിലും. നമുക്കൊക്കെ എളുപ്പമുണ്ട്. വേർപിരിയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതൊരു പെയിൻഫുള്ളായ കാര്യമാണ്. അത് നമ്മൾ ഓർക്കണം. ആ വേർപിരിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് പരസ്പരം ആരെങ്കിലും ഒരാൾ ഇഷ്ടമില്ലാണ്ട് വരുമ്പോഴാണ് അല്ലേ? എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ ഒരു വിവാഹത്തിലേക്ക് പോകുന്നത്? 4 മാസത്തെ മാത്രമാണോ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത്? തൊട്ടതിനും പിടിച്ചതിനും എപ്പോഴും സംശയവുമായിട്ട് പുറം നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബുദ്ധിമുട്ടാണ്. അത് ഭാര്യയാണേലും ഭർത്താവാണെങ്കിലും എപ്പോഴും സംശയത്തോടു കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരസ്പരം സഹായിച്ച് പരസ്പരം സ്നേഹത്തോടെ എന്ത് കാര്യങ്ങളും പങ്കുവെച്ച് ജീവിച്ച് നോക്കിക്കേ. എന്തൊരു ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും ബാധിക്കുന്നതല്ല. ആരെന്ത് പറഞ്ഞാലും അത് നമ്മളെ ബാധിക്കുന്നില്ല. ഒരാളെ ഫോൺ വിളിച്ചോ അത് നമ്മുടെ കുടുംബജീവിതത്തെ ബാധിക്കുന്നതല്ല എന്നിങ്ങനെ പറയാനും അത് ധൈര്യപൂർവ്വം മുന്നേറാനും നമുക്ക് സാധിച്ചാൽ നമ്മുടെ കുടുംബജീവിതം സന്തോഷകരമായിട്ടേ പോവുകയുള്ളൂ. ഈ കുടുംബത്തിനും പറ്റിയത് അതാണ്. ഇപ്പം മാതാപിതാക്കൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് ഈ മക്കളെ. അവർ സേവ് ദി ഡേറ്റിന് ഫോട്ടോ വീഡിയോസൊന്നും എടുത്തിടണ്ട എന്ന് പറഞ്ഞതാണെന്ന് പറയുന്നു. എന്താണേലും ആ ക്യാമറാമാനാണ്, അയാൾ പറഞ്ഞതുകൊണ്ടാണ് ചെയ്തതെന്നും പറഞ്ഞ് ഇപ്പോൾ എല്ലാവരും കുടുംബ കോടതി കയറിക്കൊണ്ട് നടക്കുകയാണ്. 4 മാസത്തെ ബന്ധമാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ദുഃഖകരമായ ഒരു കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇട്ട് അത് സേവ് ദ ഡേറ്റ് കൊണ്ടുവന്ന് എത്തിച്ച ഒരു വിവാഹമോചനമാണല്ലോ എന്നോർത്തിട്ട് അവിടെ സംശയങ്ങൾ തുടങ്ങി. നീ എന്തിനെ ക്യാമറാമാൻ പറയണ കേട്ടു? നീ ഞാനല്ലേ പറയണ കേൾക്കണേ? ഞാനും അന്ന് പറഞ്ഞതാണ്. പക്ഷേ അന്നത്തെ ആ ഓളത്തിന് വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ വിഴുങ്ങി ഇപ്പം ഇല്ലേ? ചെറുക്കൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുമ്പോഴും ഒക്കെ ഒരു വട്ടവും കൂടെ ആലോചിക്കുക. ഇച്ചിരി എന്നാ സ്റ്റാറ്റസുള്ള അല്ലെങ്കിൽ നല്ല വീഡിയോകളിടാൻ നമ്മൾ ശ്രമിക്കുക. എത്ര വർഷം കഴിഞ്ഞാലും ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ നിന്ന് പോവില്ല എന്ന് നമ്മൾ വിചാരിക്കുക. പിന്നെ മാതാപിതാക്കൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയുള്ള നല്ല വീഡിയോകളാണ് നമ്മൾ മറ്റൊരു സമൂഹത്തിന് ഒരു മെസ്സേജായിട്ട് കൊടുക്കേണ്ടത് എന്ന് മക്കളോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഈ 2025 നമുക്ക് നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെയുള്ളൂ ഇല്ലേ? സോ ഈ സേവ് ദ ഡേറ്റ് ഇതിലും എന്നാ പറയണ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള സേവ് ഡേറ്റുകളൊക്കെ വന്നു എന്നിരിക്കും. അപ്പം മക്കളോട് പറയുക, നമ്മുടെ അഭിമാനം പണയം വെച്ച് ഒരു സേവ് ദ ഡേറ്റും ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പം എല്ലാവരും എന്നാ പറയണേ, നല്ല കാര്യങ്ങൾ നമ്മുടെ മാതാപിതാക്കൾ മക്കൾ പറഞ്ഞു കൊടുക്കുക. മക്കൾ അംഗീകരിക്കണം. നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വരാവുള്ളൂ മക്കളെ. നമ്മൾ പറയുന്ന കേൾക്കണ മക്കളായിട്ട് വരാം. ചില മക്കൾ കേൾക്കില്ല എന്ന് പറഞ്ഞേക്കാം. അതിൻ്റെ ഫലം മക്കൾ അനുഭവിക്കുകയും ചെയ്യും. അതാണ് കുഴപ്പം. മക്കൾ അനുസരിക്കില്ല എന്ന് പറയുന്ന ഒത്തിരി മാതാപിതാക്കൾ, നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കില്ല മക്കളെന്ന് പറയുന്ന മക്കൾ പിന്നീട് കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മൾ കാണാനിട വരും. അതാണ്. അപ്പം നമ്മൾ ചിന്തിക്കണം, മാതാപിതാക്കൾ പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്. മക്കൾ കുറച്ചെങ്കിലും കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഇന്നത്തെ കാലത്ത്. ഒട്ടും കേൾക്കാത്ത മക്കളാണ് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നേർവഴി കാണിച്ചു കൊടുക്കാൻ നമുക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ജീവിതം അപ്പോൾ 2025 ആകുമ്പോഴത്തേനും നല്ലതായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ. അപ്പം ബായ്.